ലോകത്തെ മൊത്തത്തിൽ ഒരു മൂന്നാലോ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആണോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ആണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമൊന്നുമില്ല. അമേരിക്കയുടെ ഒരു കടുംപിടുത്തം മാത്രമാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അമേരിക്ക പോയി ഇസ്ലാമാബാദ് ചെന്നു, ഇറാനുമായിട്ട് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്നു, എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിട്ടില്ല, ഒരു മിസൈൽ പോലും ഇസ്രായേൽ വീണിട്ടില്ല, ഇറാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്തത്? അവർ ലെബനിൽ പിന്നെ യുദ്ധം കണ്ടിന്യൂ ചെയ്തു. അത് ഇറാൻ പ്രതിഷേധിച്ചു. അതുകൊണ്ട് അവസാനം അമേരിക്ക ഇടപെടേണ്ടി വന്നു, യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇസ്രായേൽ വരെ അവസാനം യുദ്ധം നിർത്തി. പക്ഷേ അമേരിക്ക എന്താ കാണിക്കുന്നത്? ഹോർമുസിൽ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യേണ്ട ഒരാവശ്യമുള്ളതല്ല. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ വെളിയിൽ പോവില്ല എന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ആരാണ് ഈ കപ്പലുകളിലെ സാധനം സ്വീകരിക്കുന്നത്? പ്രധാനമായിട്ട് ഇന്ത്യയും ചൈനയാണ്. അപ്പം അതിനർത്ഥം എന്താ? 3 രാജ്യങ്ങളെ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവന്ന് ഡീൽ സൈൻ ചെയ്യിക്കുക. ഇതാണ് അമേരിക്കയുടെ ആവശ്യം. അമേരിക്കയെ കഷ്ടപ്പെടുന്ന മുഴുവൻ ആദ്യം ഇറാനെ കൊണ്ട് ഡീൽ സൈൻ ചെയ്യണം. ഇക്കൂട്ടത്തിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ടാക്കിയിട്ട് വ്യാപാര കരാർ സൈൻ ചെയ്യിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. ദുരുദ്ദേശമാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല. അതിന് വീഴാനും ഇവരാരും തയ്യാറല്ല. അപ്പോൾ ഇറാൻ നോക്കുന്നത് അങ്ങനെ ഒന്നിന് വഴങ്ങി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും ഇറാൻ ഇപ്പോൾ അറ്റാക്ക് ചെയ്യേണ്ട ആരെയെന്ന് വെച്ചാൽ ആ US നേവിയെ തന്നെയാണ്. പക്ഷേ ഒരു വെടിനിർത്തൽ കരാറുള്ളതുകൊണ്ടാണ് അവർ ചെയ്യാതെ. അത് തീരാൻ 3 ദിവസമുള്ളൂ. അതെ, ഈ മര്യാദയ്ക്ക് തീരുകയാണ്. അപ്പം ഇവർ മര്യാദയ്ക്ക് നയം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഇറാൻ നേരെ അവരെ അറ്റാക്ക് ചെയ്തു വരും. അമേരിക്കൻ വാർഷിപ്പുകൾ ഇനി ഇറാൻ അറ്റാക്ക് ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോണത്. ഇറാന് സാധിക്കും, മിസൈൽസും ഡ്രോൺസും വെച്ച് സാധിക്കും. 4000 കിലോമീറ്റർ വരെ പോകുന്ന മിസൈൽ അവർക്കുണ്ട്. അതിന് പ്രിസിഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ ഒരു കോർഡിനേറ്റ് വെച്ചിട്ട് അവിടെ പോയിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അക്കാര്യത്തിൽ ചൈനയും അതുപോലെ തന്നെ റഷ്യയൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ഉപഗ്രഹ ഡേറ്റയൊക്കെ കൊടുത്തിട്ട് കൃത്യമായ സഹായം കൊടുക്കുന്നുണ്ടാവും. പിന്നെ വേറെ ചില ശക്തികൾ ഉണ്ട് ഇറാന്. പ്രധാനമായിട്ട് അവരുടെ നേവൽ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക വിചാരിച്ചിരിക്കുന്നത് ഈ വലിയ കുറേ കപ്പലുകൾ കടലിൻ്റെ ഉപരിതലത്തിലുള്ളത് അത് മുങ്ങിപ്പോയാൽ തീരും എന്നാണ്. സത്യത്തിൽ ഇറാൻ്റെ ഒരു നേവൽ ഷിപ്പ് പോലും ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല.